നമ്മൾ ഇന്ന് എന്തു കളിയാ കളിക്കാൻ പോകുന്നത്? ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? ഇന്ന് മറ്റെന്തെങ്കിലും കളിക്കാം. എന്നും ഒരേ തരം കളികൾ തന്നെ, ഒരേ തരം ഭക്ഷണം കഴിക്കുന്നത് പോലെ. പിന്നെ നമ്മൾ എന്തു ചെയ്യും? ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സമയം കളയാൻ എനിക്ക് വയ്യ. ഞാനൊരു കാര്യം പറയാം. എന്താ ജോബി? നമുക്ക് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്തു പോയാലോ? അതെന്തിനാ? വയറ് നിറയെ ഉണ്ണിയപ്പം കഴിക്കാനാകും എനിക്ക് സമ്മതം. അതൊന്നുമല്ല പക്രു. അല്ലേ? അല്ലേ അല്ല. എന്താ കാര്യം ജോബി? അവിടെ ചെന്നാൽ അവർ നമുക്ക് നിറയെ കഥകൾ പറഞ്ഞു തരും. അത് ശരിയാ. അതെ അതെ. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല. എനിക്ക് വയ്യ അത്രയും ദൂരം നടക്കാൻ. ഈ നേരം TV വെച്ചാൽ നല്ല സിനിമകൾ കാണാം. ഇഷ്ടം പോലെ ബർഗറും തിന്നാം. നമുക്ക് പോകാം. എല്ലാവരും പോയോ? പിന്നെ ഞാൻ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ? ഞാനും കൂടി പോയേക്കാം. എല്ലാവരും കഥ കേൾക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ശല്യപ്പെടുത്തിയാൽ മുത്തശ്ശി എങ്ങനെ കഥ പറയും? കാണിച്ചു തരാം. രണ്ടുപേരും തിരക്കിട്ട ജോലിയിലാണല്ലോ. മക്കളോ? മരങ്ങൾ മുറിക്കാൻ മാത്രമല്ലല്ലോ, അവ നട്ടുപിടിപ്പിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അല്ല മുത്തശ്ശ, വെറുതെ ഇങ്ങനെ മരം നട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം മുത്തശ്ശ? പക്രു, ഈ മരങ്ങൾ കൊണ്ട് നിനക്കെന്താ പ്രയോജനം? നല്ല തണല് കിട്ടുന്നു, മഴ കിട്ടുന്നു, പിന്നെ പഴങ്ങൾ കിട്ടുന്നു. മാത്രമല്ല, കാശിനാവശ്യം വന്നാൽ മുറിച്ച് വിൽക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ഉപയോഗങ്ങളുണ്ട്. പക്ഷേ ഇതിന്റെ ഉപയോഗങ്ങൾ അനുഭവിക്കാൻ പക്രുവാണോ ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്? അത് ശരിയാണല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാൻ പാടില്ല അല്ലേ? ധാരാളമായി ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് വേണ്ടി ഈ മരങ്ങൾ നമ്മുടെ മുതുമുത്തച്ഛന്മാർ നട്ടു തന്നതുപോലെ നമ്മളും വരും തലമുറയ്ക്കായി മരങ്ങൾ നട്ടു വളർത്തണം. മുത്തശ്ശൻ പറഞ്ഞത് എത്ര ശരിയാ. ഞങ്ങളും മരം നട്ട് പിടിപ്പിക്കാൻ കൂടട്ടെ മുത്തശ്ശ? പക്രു, ഇനി ധൈര്യമായി അഭിമാനത്തോടെ മരങ്ങൾ നമുക്ക് തരുന്നതെല്ലാം സ്വീകരിക്കാം. ഇനി എല്ലാരും കൈ കഴുകി വാ. മുത്തശ്ശി ഒന്നാന്തരം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഉണ്ണിയപ്പം. ഇങ്ങനെ ഒരു കൊതിയൻ. എടാ പക്രു, നിനക്കുള്ളത് അവർ തന്നെ കാണും. ഈ ഉണ്ണിയപ്പം തിന്നുമ്പോൾ ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോന്ന് ആലോചിക്കണേ. അയ്യോ, അങ്ങനെ വലുതായിട്ട് ആലോചിക്കല്ലേ. നീ ഇവിടെ നിന്നാൽ പിന്നെ ഈ പാവങ്ങൾ എന്തു കഴിക്കും? എല്ലാം നീ ഒറ്റയ്ക്കു തിന്നു തീർക്കില്ലേ? അവനെ കളിയാക്കല്ലേ റിച്ചു മോനെ. അവന് വിശന്നിട്ടല്ലേ. അവൻ കഴിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ബാക്കിയുള്ളത് ഞാൻ പൊതിഞ്ഞെടുത്തോളാം.
തിരികെ പോകുമ്പോൾ കഴിക്കാമല്ലോ. മുത്തശ്ശ, മുത്തശ്ശി, ഞങ്ങൾ ഈ ഉണ്ണിയപ്പം മാത്രം കഴിക്കാനല്ല വന്നത്. അയ്യോ മക്കളെ, നിങ്ങൾക്ക് തരാൻ ഇവിടെ വേറൊന്നുമില്ലല്ലോ. കള്ളം പറയലേ മുത്തശ്ശി, ഞങ്ങൾ പറഞ്ഞ സാധനം നിങ്ങളുടെ കയ്യിൽ നിറയെ ഉണ്ട്. അതെ അതെ, അതിൽ ചിലത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താ അത്? പേടിക്കേണ്ട മുത്തശ്ശ, കഥകളുടെ കാര്യം അവർ പറയുന്നത്. കുസൃതികൾ പേടിപ്പിച്ചു കളഞ്ഞു. അപ്പോ കഥകൾ കേൾക്കാനാണോ വന്നത്? ഞാൻ വന്നത് ഉണ്ണിയപ്പം കഴിക്കാൻ തന്നെയാ. ഞങ്ങൾക്ക് കഥ കേൾക്കണം. എന്ത് കഥയാ വേണ്ടത്? ഏത് കഥയും പറയുമോ? എന്നാൽ പുലി സിനിമയുടെ കഥ പറ. അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ പോകണ്ടല്ലോ, ആ കാശും ലാഭിക്കാം. എങ്ങനെയുണ്ട് എന്റെ തമാശ? ഞങ്ങൾ എവിടുന്നാ പക്രു സിനിമ കാണണേ? അവന്റെ കാര്യം വിട്ടേക്ക്. മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള ഒരു കഥ പറയൂ. മുയൽ രാജ്യത്തിന്റെ കഥ പറയാം. ആ, അത് മതി. ഇത് ഞാൻ ചളമാക്കും. മുയൽ രാജ്യം, മുയലുകൾ മാത്രമുള്ള രാജ്യം. അവിടെ അതിശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള 2 മക്കളുണ്ടായിരുന്നു. ആ രാജ്യത്ത് മിട്ടു എന്ന് പേരുള്ള ബുദ്ധിമാനായ ഒരു മുയൽക്കുട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ചെന്നായ ആ രാജ്യത്ത് വന്നു. അതിക്രൂരനായിരുന്നു അവൻ. ചുവന്ന കണ്ണുകളും. സ്റ്റോപ്പ് മുത്തശ്ശി, ഇങ്ങനെ കഥ കേൾക്കാൻ ഒരു രസവുമില്ല. പക്രു പ്ലീസ്. ഓ, ഈ പക്രുവിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവൻ കഥ കേൾക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശി അവരോട് കണ്ണുകൾ അടച്ച് കഥ കേൾക്കുവാൻ പറയൂ. എല്ലാവരും ഞാൻ പറയുമ്പോ കണ്ണുകൾ അടച്ച് കഥ കേൾക്കൂ. അപ്പോ എന്ത് സംഭവിക്കും? കണ്ണുകൾ അടച്ച് കേൾക്കൂ പക്രു, അപ്പോൾ അറിയാം. മുയൽ രാജ്യം എന്നൊരു മനോഹരമായ രാജ്യം. എനിക്കറിയില്ല. എവിടെ മുത്തശ്ശനും മുത്തശ്ശിയും? അയ്യോ, എനിക്കൊക്കെ പേടിയാകുന്നു.
എവിടെയാന്ന് ആരോട് ചോദിക്കും? ആരെങ്കിലും കാണാതിരിക്കില്ല. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് മുയൽ രാജ്യത്താണ്. ആരുടെ ശബ്ദമാണത്? സംസാരിക്കുന്ന മുയലോ? നിങ്ങളിപ്പോൾ നിൽക്കുന്നത് മുയൽ രാജ്യത്താണ്. ഈശ്വര, തല കറങ്ങുന്നു. എടാ, നമ്മുടെ അത്ര പൊക്കമുള്ള മുയൽ. മുയൽ രാജ്യമോ? നമ്മുടെ മുത്തശ്ശിയുടെ കഥയിലെ മുയൽ രാജ്യമോ? ഏത് മുത്തശ്ശി? ഞങ്ങളുടെ മുത്തശ്ശി ഈ മുയൽ രാജ്യത്തെ പറ്റി ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. കഥയോ? ഈ രാജ്യത്തൊരു ഭീകരൻ ചെന്നായ വരുന്നതും ഇവിടെയുള്ളവരെ പിടിച്ചു തിന്നുന്നതും. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാ. ഈ രാജ്യത്ത് ഇന്നേ വരെ ഒരു ചെന്നായി വന്നിട്ടുമില്ല, ആരെയും പിടിച്ചു തിന്നിട്ടുമില്ല. ഇല്ലേ? ഇല്ലേ ഇല്ല. ഈ രാജ്യത്ത് അങ്ങനെ പെട്ടെന്ന് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ എങ്ങനെ അകത്ത് കടന്നു? വേഗം സ്ഥലമിടാൻ നോക്ക്. പുറത്തുനിന്ന് ആരെങ്കിലും അകത്ത് വന്നാൽ മുക്കാലി കെട്ടി ചാട്ടവാറടി നൽകി തുറങ്കിലടയ്ക്കും. ഈശ്വര, ചാട്ടവാറടിയോ? നിങ്ങൾ വേഗം വന്ന വഴി തിരിച്ചു പോകാൻ നോക്ക്. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് സത്യമായിട്ടും ഞങ്ങൾക്കറിയില്ല. തിരികെ പോകാനുള്ള വഴിയും അറിയില്ല. പ്ലീസ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞാൻ വേണമെങ്കിൽ ആ കാണുന്ന ക്യാരറ്റ് മുഴുവൻ തിന്നു തീർത്തു തരാം. എങ്ങനെയെങ്കിലും സഹായിക്കണം. ഈ രാജ്യത്ത് മറ്റൊരു നിയമമുണ്ട്. കണക്കിൽ കൂടുതൽ ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല. ഒരു ദിവസം ഒരു ക്യാരറ്റ്, അതാണ് കണക്ക്. അതിൽ കൂടുതൽ കഴിച്ചാൽ ശിക്ഷ ഉറപ്പാണ്. അപ്പോ ഏതായാലും ചാട്ടവാറടി ഉറപ്പായി. ഓ, ഒന്ന് മിണ്ടാതിരിയടാ പക്രു. ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. പക്ഷേ അതിനു വഴി അറിയില്ലല്ലോ, അതാ പ്രശ്നം. വന്ന വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? സത്യമായിട്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ കാവൽക്കാരുടെ കണ്ണിൽപ്പെട്ടാൽ അപകടമാണ്. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ഭാഗ്യത്തിനാണ് എൻ്റെ മുന്നിൽ വന്ന് പെട്ടത്. രാജഭടന്മാർ കണ്ടിരുന്നുവെങ്കിൽ. ഞങ്ങൾക്ക് എങ്ങനെ ഈ രാജ്യത്തിന് പുറത്തെത്താൻ കഴിയും? അറിയില്ല, എന്തെങ്കിലും വഴി കാണണം. എന്താ നിങ്ങളുടെ പേരുകൾ? ഞാൻ ജോളി, ഇത് ജോബി, ഇത് റിച്ചു, ഇത് പ്രീതി, ഇത് സഞ്ജു, ഇത് ഞാൻ പക്രു. എൻ്റെ പേര് മിട്ടു. മിട്ടുമുയലോ? അതെ, എന്താ? മിട്ടുമുയലിനെയും പറ്റി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതെയോ? അതു തന്നെ. എന്താ എന്നെ പറ്റി പറഞ്ഞത്? മിട്ടുമുയലില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ഒന്ന് പുറത്തേക്ക് വരൂ. ഞാനിപ്പോ വരാം. നിന്നോടൊപ്പം ആരായി വീട്ടിലേക്ക് വന്നത്? ആരും വന്നില്ലല്ലോ. കള്ളം പറയുന്നു. ഞാൻ കണ്ടതാണ്. രണ്ടു കാലിൽ നടക്കുന്ന കുറച്ചു ജീവികളെ നിന്നോടൊപ്പം ഈ വീട്ടിലേക്ക് വരുന്നത്. രാജകൽപ്പനയാണ്. അവരെ വേഗം രാജാവിന്റെ മുമ്പിലെത്തിക്കാൻ. നമ്മൾ പിടിക്കപ്പെടും, അത് ഉറപ്പാണ്. നീ പേടിക്കാതിരിക്കേ പക്രു. നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ? രക്ഷയില്ല, ഇത് അവരുടെ രാജ്യമാണ്. നമ്മൾ എവിടേക്ക് ഓടിയാലും അവർ നമ്മളെ പിടികൂടും. ഇനി എന്തു ചെയ്യും? അടികൊള്ളേണ്ടി വരും. പക്രു, നീ പേടിക്കാതിരിക്ക്. എന്തെങ്കിലും ഒരു വഴി കാണും. ഇവിടെ ആരുമില്ല.
നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. കള്ളം പറയുന്നോ? രാജൻ, ഈ ഇരുകാലികളെയാണ് ഞങ്ങൾ രാജ്യത്തേക്ക് വരുന്നത് കണ്ടത്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പാവങ്ങളാണ്. അതെ, വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി ഇത്ര കൃത്യമായി എങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ എത്തി? അത് പിന്നെ ചിലപ്പോൾ വഴിതെറ്റിയപ്പോൾ കൃത്യമായി തെറ്റിക്കാണും. ഈ നാട്ടിലെത്തുന്ന ഭീകരരെ നാം സാധാരണ വധിക്കാറാണ് പതിവ്. പക്ഷേ ഇവരെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത. അതെ രാജൻ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. നമുക്കിവരെ തുറുങ്കിലടയ്ക്കാം, ശേഷം തീരുമാനിക്കാം ആരിവിടെ ഈ ഇരുകാലികളെയും അവരെ സംരക്ഷിച്ച മിട്ടുമയിലിനെയും തുറുങ്കിലടയ്ക്കൂ. ഉത്തരവ് രാജൻ. അമ്മ എന്നെയും ഋഷുവിനെയും തിരയുന്നുണ്ടാകും. ഞങ്ങളെ കാണാത്തതിൽ സങ്കടപ്പെടുന്നുണ്ടാകും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കഥ കേൾക്കാൻ പോകണ്ടാന്ന്. എന്നിട്ടോ എങ്ങുമില്ലാത്തൊരു കഥയും. ദാ ഈ മിട്ടുമുയിൽ പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ? മുത്തശ്ശി നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാന്ന്. അങ്ങനെ ഒരു കഥയും ഈ രാജ്യത്തില്ലാന്ന്. ഒരു ചെന്നായ. നീ വെറുതെ കിടന്ന് ബഹളം വെക്കാതെ ഒന്ന് മിണ്ടാതിരിക്കും. നമ്മൾക്ക് എങ്ങനെയെങ്കിലും എവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാം. ഞാൻ പറഞ്ഞിരുന്നതല്ലേ നിങ്ങളെ രാജഭടന്മാര് കണ്ടാല് വെറുതെ വിടില്ലെന്ന്. ഞങ്ങൾ കാരണം നീയും അപകടത്തിൽപ്പെട്ടു. എന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങള് വേഗം രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുക. നമുക്ക് സെറാഫിനെ വിളിച്ചാലോ ജോബി? അതു ശരിയാ. എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കുഞ്ഞു മാലാകമാരെയും കാണാനില്ല. അവരെവിടെ പോയി? അറിയില്ല. എന്തായാലും നമുക്ക് സെറാഫിനെ വിളിച്ച് സഹായം യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തോത്രം. സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. സറാഫിൻ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തൂ സറാഫിൻ. അതെ സെറാഫിൻ, കുഞ്ഞു മാലാകമാരെയും കാണാനില്ല. ഇത് കഥകളുടെ ലോകമാണ്. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിങ്ങളുടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ജോളി, സറാഫിൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകൂ. നമുക്ക് ആലോചിക്കാം. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. എന്താ ആ ശബ്ദം? അത് ചെന്നായയുടെ ഓരിയിടലാണ്. അതെ, അത് ചെന്നായയുടെ ഓരിയിടൽ തന്നെ. മുത്തശ്ശി പറഞ്ഞ കഥ സത്യമാകാൻ പോകുന്നു. ഇനി എന്തു ചെയ്യും? എന്താ ശബ്ദം? പുറത്തൊരു ഭയങ്കരൻ ചെന്നായ. അവൻ രാജ്യത്തുള്ള മുയലുകളെ പിടിച്ചു തിന്നുകയാണ്. കൊട്ടാരമാണ് അവന്റെ ലക്ഷ്യം. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞ കഥ സത്യമാകും. അവൻ നമ്മളെല്ലാവരെയും അകത്താക്കും, തീർച്ച. അങ്ങനെ പേടിക്കാൻ വരട്ടെ. ഒരു കഥയിലും ദുഷ്ടന്മാർ ജയിച്ചതായി കേട്ടിട്ടില്ല. ഇവിടെയും നന്മ തന്നെ ജയിക്കും.
അപ്പോ ഈ കഥയിലും നമ്മൾ ജയിക്കുമെന്നാണോ, നമ്മൾ രക്ഷപ്പെടുമെന്നാണോ? എങ്ങനെ? എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കഥയുടെ അവസാനം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അത് ശരിയാ, മുത്തശ്ശിയെ കഥ പറഞ്ഞു തീർക്കാൻ ഈ പക്രു സമ്മതിച്ചില്ല. ശരിയാ, എല്ലാം എന്റെ തെറ്റാ. സാരമില്ല പക്രു, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. മിട്ടു പറഞ്ഞത് ശരിയാ പക്രു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു ഉപായം കണ്ടെത്താം. അതിനാദ്യം നാം ഈ തടവറയിൽ നിന്നും പുറത്തു കടക്കണം. ഏയ്, ഞങ്ങളെ തുറന്നു വിടൂ. എനിക്ക് പറ്റില്ല. രാജകൽപ്പന ധിക്കരിച്ചാൽ മരണമാണ് ശിക്ഷ. എടോ, താനീ ഓടിപ്പോകുന്നതും മരണത്തിലേക്കാണ്. അല്ലാതെ പിന്നെ താൻ ഈ ഓടിപ്പോകുന്നതേ ചെന്നായുടെ മുന്നിലേക്കല്ലേ? അവൻ തന്നെ തിന്നു. എന്തായാലും മരണം ഉറപ്പാ. പിന്നെ ഞങ്ങൾ ഇതിനെ രക്ഷപ്പെടുത്തിയ തനിക്ക് എന്താ നഷ്ടം? ഒരുപക്ഷേ ഇവർക്കെല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ശരി, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. പക്ഷേ എല്ലാവരും രക്ഷപ്പെട്ടാൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞാനാണെന്ന് രാജാവിനോട് പറയരുത്. തീർച്ചയായും ഇല്ല. അയ്യോ അയ്യോ, എന്നെയും മക്കളെയും ഒന്നും ചെയ്യല്ലേ, എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ. രാജൻ, ഇത് ഞങ്ങളാണ്. നിങ്ങളോ നിങ്ങളോ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? അവിടെ ഒന്നും ആരുമില്ല രാജൻ. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. വഞ്ചകന്മാർ, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. രാജൻ, അങ്ങയെയും കുട്ടികളെയും ഞങ്ങൾ രക്ഷപ്പെടുത്താം. സത്യമാണോ? അതെ രാജൻ. പക്ഷേ ഞങ്ങൾക്ക് എന്തു തിരികെ തരും? എന്നെയും മക്കളെയും രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തിരികെ പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്നാൽ അങ്ങയെയും മക്കളെയും ഞങ്ങൾ രക്ഷപ്പെടുത്താം. എങ്ങനെ? വഴിയുണ്ട്. രാത്രിയാകട്ടെ. മുയൽ രാജ്യത്തെ രാജൻ, ഞാനിതാ വരുന്നു നിന്നെ തിന്നാൻ. മക്കളെ, നിങ്ങൾ പേടിക്കാതിരിക്കൂ, നമ്മൾ രക്ഷപ്പെടും. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൊട്ടാരത്തിനു പുറകിൽ ആ കിണറ്റിൽ ഒളിച്ചിരിക്കാം. നമ്മളെ കാണാതെ ചെന്നായ തിരികെ പോകുമ്പോൾ നമുക്ക് തിരികെ വരാം. പക്ഷേ നമ്മൾ എങ്ങനെ അതിലിറങ്ങും അച്ഛാ? അതിലൊരു കാട്ടുവള്ളിയുണ്ട്, അതിൽ പിടിച്ചിറങ്ങാം. ഓഹോ, അപ്പൊ അതാണ് പരിപാടി. ശരിയാക്കി തരാം. ഞാൻ ആദ്യം ആ കിണറ്റിൽ ഇറങ്ങിയിരുന്നാൽ ഇവർ വരുമ്പോൾ അതിനകത്ത് വച്ചു തന്നെ തിന്നാം. അവർ വരുന്നതിന് മുമ്പേ ഇതിലിറങ്ങിയിരിക്കാം. രാജൻ, ഇനി ആ കാട്ടുവള്ളി ദൂരേക്ക് കളഞ്ഞോളൂ. എടാ മണ്ടനായ ചെന്നായെ, നീ എന്താ കരുതിയത്? നിനക്ക് തിന്നാൻ പാകത്തിന് ഞാനും എൻ്റെ മക്കളും കിണറ്റിൽ വന്നിരിക്കുമെന്ന്. എല്ലാം ഇവരുടെ ബുദ്ധിയാണ് നിന്നെ കൊടുക്കാൻ. ആരവിടെ? ഈ കിണർ മൂടിയേക്കൂ.
എന്നെയും എൻ്റെ കുട്ടികളെയും രാജ്യത്തെയും രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാം. കണ്ണുകൾ അടച്ചോളൂ. ശരിക്കും ഞങ്ങൾ ആ രാജ്യത്ത് പോയതുപോലെ തോന്നി. അത് ശരിയാ. ഇനിയും ഞങ്ങൾ കഥ കേൾക്കാൻ വരും. ഞാനും. എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. അത് നാം തന്നെയാണ്. ദൈവം തന്ന നമ്മുടെ ബുദ്ധി തന്നെയാണ്.